ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങളെ അറിയോന്ന് അറിയില്ല. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മാസമായിട്ട്. ഞാൻ ഗോപിക, അനുരാഗ് ഗോപിക എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ ഷോർട്സ് മാത്രമായിരുന്നു കുറച്ച് ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പ് ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എല്ലാവരോടും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്ന് വാലന്റൈൻസ് ഡേ ആയത് കാരണം ഞങ്ങൾ ഫസ്റ്റത്തെ വ്ളോഗ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ നേരത്തെ രാവിലെ തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുകളുള്ള കാരണം വൈകി. ഇപ്പോൾ സമയം 6 മണിയായി. ഇപ്പോഴാണ് ഞങ്ങൾ പുറത്ത് വന്ന് വ്ളോഗൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ സംസാരിക്കാൻ അറിയുന്നത് സ്വത്തുവിനാണ്. ഞാൻ സ്വത്തു എന്നാണ് വിളിക്കുക. ഞങ്ങൾ രണ്ടുപേരും സ്വത്തു തന്നെയാണ് വിളിക്കുക. എന്നെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് സ്വത്തുവാണ്. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ ആള് കുറച്ച് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ സംസാരിച്ചാൽ നിർത്തില്ല ആള്. എന്നെക്കാളും നന്നായി സംസാരിക്കും. അപ്പോൾ ഇപ്പം ഞങ്ങളുള്ള സ്പോട്ട് എന്ന് പറയുന്നത് മലമ്പുഴയിലാണ് കേട്ടോ. തെക്കൻ മലമ്പുഴ പറയും. ഞങ്ങൾ ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞാൻ കോളേജിൽ ഞാനിപ്പോൾ 3rd ഇയർ ആണ്. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല. ഞാനിപ്പോൾ 3rd ഇയർ BCom പഠിക്കുന്ന ഫൈനൽ ഇയർ ആയി. ഇപ്പോൾ ഒരു മാസമായി. ഏട്ടൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കഞ്ചിക്കോട് കമ്പനിയിൽ ജയ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് അതിപ്പോൾ 2 മാസമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം പുറത്തൊക്കെ വരുന്നത്. പുറത്ത് വരാറുണ്ട്, എന്നാലും കുറച്ച് ദൂരെ വരാറുള്ളത് ഇപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടുള്ളൂ. എന്നൊക്കെ ഞാൻ മാത്രം സംസാരിച്ചിട്ട് ശരിയാവില്ല. അപ്പോൾ ഈ സ്പോട്ട് പറയുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സ്പോട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു ആശ, നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോകണം എന്ന്, മെമ്മറീസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമല്ലേ. ഞങ്ങളിവിടെ ഒരുപാട് മരത്തിലൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്പോട്ട് എനിക്ക് പൊതുവെ നല്ല ഇഷ്ടമാണ്. എനിക്ക് കോളേജ് ഇല്ലാത്ത ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ, പിന്നെ വാടിക, അങ്ങനെ ചിലപ്പോൾ സിനിമയ്ക്ക് പോകും. അങ്ങനെ ഓരോ ചെറിയ കറക്കങ്ങൾ ഇടയ്ക്ക് പതിവാണ്. അപ്പോൾ ഈ സ്പോട്ട് അതെ പോലീസൊക്കെ 2-3 പ്രാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്ര വർഷം, ഞങ്ങൾ 5 years ഓഫ് ലവ് ആണ്. ഞങ്ങൾ അങ്ങനെ 5 വർഷമായി ഞങ്ങൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരെയും ഞെട്ടും. അപ്പം ഞങ്ങൾ ശരി ഇനി ഇങ്ങനെയൊന്നും ഇവിടേക്കൊന്നും വരണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു വിടും. പിന്നെ ഞങ്ങളുടെ ഏജും പറയുമ്പോൾ പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 2-3 പ്രാവശ്യം പോലീസൊക്കെ പിടിച്ചിട്ടുണ്ട്. അവരോട് കമ്പനി ആയിട്ടുണ്ട് അവസാനം. അങ്ങനെ ഒരു പോലീസ് നമ്മളോട് നല്ല കമ്പനി ആയിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ ഇപ്പം എന്താ പറയുക. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ടാണ് കേട്ടോ തലവേശവും നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഇനിയിപ്പോൾ വ്ളോഗ് കൂടെ വരുമ്പോൾ ശരിയാവും സംസാരം. ഇപ്പം ആൾ സൈലൻ്റ് ആയിരിക്കുകയാണ്, എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. പക്ഷേ ആൾ എന്നെക്കാളും സംസാരിക്കുന്നത് സ്വത്തുവാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഞങ്ങൾ കുറച്ച് 1 മാസമായിട്ടുള്ളൂ അല്ലേ, 1 മാസമായിട്ടുള്ളൂ ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഇത്ര ദിവസം ഇട്ടത് പഴയ ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് എടുത്തിരുന്ന വീഡിയോസൊക്കെയാണ് ഇട്ടിരുന്നത്. അല്ലാതെ പുതിയതായിട്ട് ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യത്തെ വ്ളോഗാണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ വ്ളോഗ്സൊക്കെ മെല്ലെ ഇടുന്നതായിരിക്കും. സമയമില്ലാത്തതുകൊണ്ടാണ്. ആകെ ലീവ് എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ തിരക്കാണ്, വീട്ടിൽ തന്നെ ഇരുന്ന് പോകാറുണ്ട്. പിന്നെ ഞങ്ങളെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ ഞങ്ങളുടെ ലവ് സ്റ്റോറീസ്, 5 കൊല്ലത്തെ ലവ് സ്റ്റോറീസ്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ
മെല്ലെ മെല്ലെ ഇടുന്നതായിരിക്കും. എല്ലാം കൂടി ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരുപാട് ലെങ്ത് ആയി പോകും. പിന്നെ കാണുന്നവർക്കും ബോറടിക്കും. പിന്നെ അത് നമ്മൾ എന്തായാലും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മെല്ലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓരോന്നാണ്. അത് വരുന്ന ഓരോ വീഡിയോയിലും ബ്ലോഗിലായിട്ട് നമ്മൾ ഓരോന്നാണ് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാം കൂടി നമുക്ക് ഇപ്പോഴും ടൈം ആയിക്കൊണ്ടിരിക്കുന്നു, ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. 6:30 ആയി ഞങ്ങളിപ്പോ കഴിഞ്ഞു. 6:30 7 മണിയായിട്ട് വ്ളോഗ് ചെയ്യണം. ഇന്ന് എൻ്റെ ഒരു വാശിയായിരുന്നു, എന്തായാലും എത്ര സമയമായാലും വ്ളോഗ് ചെയ്യണം എന്നായിരുന്നു. കാരണം ഇന്നും വിട്ടാൽ ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച എനിക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഡാൻസ് കളിക്കുന്ന വീഡിയോ എല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇവിടെ തന്നെ ആളെന്നെ ടൈം ആക്കിയിട്ടാണ്. അതെ, അപ്പോൾ ഞങ്ങൾ കൂടെ കൂടെ ഓരോ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും ഈ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടി തുടങ്ങുമ്പോൾ. പിന്നെ ഇപ്പോഴാണ് ഒന്ന് പറ്റിയത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്. പക്ഷെ ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ നടന്നൊരു സംഭവമാണ്. അതിന് കുറച്ചൊക്കെ ഡീറ്റെയിൽ ഞങ്ങൾ വേറെ വീഡിയോയിൽ പറയുന്നതായിരിക്കും, കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും തുടങ്ങാം എന്ന് വിചാരിച്ചു. തുടങ്ങി. ആദ്യത്തെ വ്ളോഗാണ്. ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ വ്ളോഗായത് കാരണം ഞങ്ങൾക്ക് സംസാരത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ഒരു വിറയലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞങ്ങളുടെ വോയിസ് ക്ലിയർ ആവില്ലെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക പറയുന്നത് ക്ലിയർ ആവണില്ല അല്ലെങ്കിൽ കറക്റ്റായി സംസാരിക്കില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും പറയും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇരിക്കുന്ന സ്പോട്ട് ഇത് ഞങ്ങൾ എപ്പോഴും ഇരിക്കുന്ന സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾ കാണിച്ചു തരാം. എന്താ ഈ ഒരു മരത്തിലാണ് ഞങ്ങൾ ഇരിക്കുക. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെയും ഇരിക്കും, പിന്നെ ഇവിടെ ഇരിക്കും. അങ്ങനെ സ്ഥലങ്ങളൊന്നുമില്ല. ചിലപ്പം ആ പാറിൻ്റെ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ആ പാറിൻ്റെ അവിടെ ഇരിക്കും, ചിലപ്പോൾ ഈ മരത്തിൻ്റെ അവിടെ ഇരിക്കും. ഒരുപാട് മെമ്മറീസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പാർക്കിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും. അത് നമുക്ക് പേടിയാണ്, ആരെങ്കിലുമൊക്കെ കാണുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അധികവും അത്ര പ്രൈവസി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പോയിരിക്കാറുള്ളത്. ആരും കാണണ്ടെന്ന് പറഞ്ഞിട്ട് പേടിയാണ്, വെറുതെ ഒരു പ്രോബ്ലം ഇഷ്യൂ ആവണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആളുകൾ വരും, ഫാമിലീസ് വരും, കപ്പിൾസ് ആണെങ്കിലും വരും. പക്ഷെ എന്തായാലും നമുക്കുള്ളൊരു പ്രൈവസി ഉണ്ട്. സംസാരിക്കാനായാലും എന്താ വീഡിയോ എടുക്കാനായാലും ഞങ്ങൾ എന്താണ് കല്യാണത്തിന് മുമ്പ് തന്നെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത വീഡിയോസാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോസൊക്കെ ഞങ്ങൾ ഇങ്ങനെ അവിടെ പോയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. ഞങ്ങളൊരു കാര്യം കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ മരത്തിൽ കൊത്തുപണി ചെയ്ത് വെച്ചതാണ് സംഭവം. ജി ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓരോ പൊട്ടാത്തരങ്ങളൊക്കെ ചെയ്ത് വയ്ക്കും. നല്ല രസമാണ് ഇവിടുത്തെ വൈബ്. ഇത് ഇവിടുത്തെ വ്യൂ ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ നല്ല ചൂടായത് കാരണം വെള്ളമൊക്കെ കുറവായിട്ടുണ്ട്, എന്നാലും നല്ല കാറ്റായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് അതിൻ്റെ പേരിലുള്ള പോരായും കൂടെ എന്തായാലും കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഭയങ്കര ഇരുട്ടായി, ഞങ്ങളത് പോകാൻ നിൽക്കുകയാണ്. ഇതാ ഇപ്പോൾ നല്ല ഇരുട്ടായിട്ട് നല്ല ക്ലൈമറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. നല്ലതുപോലെ 6:45 ഒരു ടൈം ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ പെട്ടെന്ന് ഇരുട്ടാവും. മഞ്ഞെല്ലാം ആവാനായിട്ടുണ്ട്, മഞ്ഞെല്ലാം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആരുമില്ല ഇവിടെ, കുറേ പേരെല്ലാം വരാറുണ്ട്. ഇപ്പം ആരുമില്ല, എല്ലാവരും പോയി തുടങ്ങി. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. തെക്കേ മലമ്പുഴ കുറച്ചുള്ളിലോട്ടാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വേഗം പോയാലേ നമുക്ക് വീടെത്താൻ പറ്റുള്ളൂ. 7:30 ഒരു ടൈം ആവും വീടെത്തുമ്പോഴേക്കും. പിന്നെ വീട്ടിൽ പോകണം. എന്നിട്ട് എനിക്ക് വാലന്റൈൻസ് ഡേ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് എൻ്റെ സ്വത്ത് തന്നിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ് ഇതാണ്. എനിക്ക് എന്താണ് ഡയറി മിൽക്ക് ഓറിയോന്റെ മുട്ടായി വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല ഈ കാര്യം, ഇപ്പോഴാണ് ഞാൻ ആള് രാവിലെ എനിക്ക് തന്നു, പിന്നെ ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ശരി നോക്ക്. പഴയ ഗ്രീറ്റിംഗ് കാർഡെല്ലാം മേടിച്ചു. അതെ, സ്വത്തിന് വന്നിട്ട് ഗ്രീറ്റിംഗ് കാർഡ് പറഞ്ഞപ്പം ഒരു ദിവസം ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയപ്പോ കൊറേ തോട്ട്സ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. കൊറേ തോട്ട്സ് ഇതാ ചുമ്മാ എന്തെല്ലാം പറഞ്ഞിട്ട്
ഒരു ദിവസം ഞങ്ങളൊരു ഷോപ്പിൽ പോയപ്പോൾ തൊട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടോ പറഞ്ഞിട്ട് നൊസ്റ്റാൾജിക് ഫീലില് നോക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കിങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് നന്നായിട്ടുണ്ടാവും തോന്നി. ഞാൻ അങ്ങനെ വാലന്റൈൻസ് ഡേക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഗിഫ്റ്റ് കൈമാറാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം എന്താ വാങ്ങിക്കുക പറഞ്ഞിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ചോദിച്ച ഡൗട്ട് ആവില്ലേ പൈസയൊക്കെ. അപ്പൊ എൻ്റെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് എന്താ വാങ്ങിക്കുക പറഞ്ഞിട്ട് കുറേ നോക്കി. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോ ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്താലോ തോന്നി. അങ്ങനെ വാങ്ങിച്ചു. ഇതാണ് ഗ്രീറ്റിംഗ് കാർഡ്. എനിക്ക് ഗ്രീറ്റിംഗ് കാർഡ് ലവ് എന്നൊക്കെ എഴുതിയത് കണ്ടില്ലേ? അങ്ങനെയില്ല. നന്നായിട്ടുണ്ട്, സൂപ്പർ. ഓക്കെ ഗൈസ്, ക്ലൈമറ്റ് ഒക്കെ മാറാൻ തുടങ്ങി. ഞങ്ങൾ മെല്ലെ വീട്ടിൽ പോകാൻ നോക്കട്ടെ. ഞങ്ങൾ ഇനിയും ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങളുടെ ചാനലില്. ആദ്യത്തെ ആയതുകൊണ്ട് അതിന്റെ പോരായ്മകളൊക്കെ നമുക്ക് ഉണ്ടാവും. എന്തായാലും നമുക്കൊന്നും അറിയില്ല ഇതിനെ കുറിച്ച്, എങ്ങനെയാണ് എന്താണ് വ്ളോഗ് ഇതാ അവൾ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോ ശരി, സ്വത്ത് ആളല്ലേ, ഞാൻ അങ്ങനെ വിളിക്കാറുള്ളൂ പണ്ട് മുതലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ നമ്മുടെ പോരായ്മകളൊക്കെ കമന്റ് അറിയിച്ചാൽ നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് എങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയും, തെറ്റാണെങ്കിൽ ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അതിലൂടെ ഞങ്ങളുടെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. കമന്റ് ചെയ്യുന്നത് മോശം കാര്യമൊന്നുമില്ല, കമന്റ് ചെയ്യണം. കമന്റുകൾ നമുക്ക് അറിയാം. എന്താണെങ്കിലും ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്ത് അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും വീഡിയോ ആയാലും എന്താണ്. അതായത് കളിയാക്കുന്ന അതൊന്നും ഒരു പ്രോബ്ലം അല്ല. ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. നല്ല മോട്ടിവേഷൻ ഒക്കെ തരുന്ന ആളാണ് കേട്ടോ. അയ്യ, അങ്ങനെയാണ്. ഞങ്ങളുടെ സ്ഥലം പറയാൻ ഞങ്ങൾ പറഞ്ഞു, പാലക്കാടാണ് കേട്ടോ. പാലക്കാട് പുതുശ്ശേരിയിലാണ് ഞങ്ങളുടെ വീട്. എൻ്റെ വീട് കിനാശ്ശേരിയിലാണ്, എൻ്റെ വീട് പുതുശ്ശേരി. അപ്പം ഞങ്ങൾ പുതുശ്ശേരി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഞങ്ങൾ വൈകാണ്ട് ഓരോ ബ്ലോഗിൽ പാട്ടായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വ്ളോഗ്സ് കാണുക, ഞങ്ങളുടെ വീഡിയോസ് കാണുക. ഇഷ്ടമായിട്ടെങ്കിലും ആയാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.